അങ്ങനെ അർജുൻ പ്രിയയെ സ്നേഹസാധനത്തിൽ നിന്ന് പിടിച്ചു വലിച്ച് പുറത്തേക്ക് തള്ളുകയാണ് കേട്ടോ. എന്നിട്ട് അർജുൻ പറയുന്നുണ്ട്, ജീവൻ വേണമെങ്കിൽ പൊക്കോ. വസന്തനും മല്ലികയൊക്കെ അർജുനെ പിടിച്ച് വെക്കുന്നുണ്ട്. അങ്ങനെയൊന്നും ചെയ്യരുത്, അതൊക്കെ പിന്നീട് വലിയ പ്രശ്നമാവും അർജുൻ എന്ന് പറഞ്ഞിട്ട് അവർ പിടിച്ച് വെക്കുന്നുണ്ട്. പക്ഷെ അർജുൻ അതൊന്നും കേൾക്കുന്നില്ല കേട്ടോ. അപ്പോൾ പ്രിയ പറയുന്നുണ്ട്, അച്ഛൻ വരട്ടെ, ഞാൻ പൊക്കോളാം, ഇങ്ങനെ പറഞ്ഞ് കരയുന്നുണ്ട് കേട്ടോ. അതിനിടക്കാണ് അങ്ങോട്ടേക്ക് വിശ്വനാഥച്ചൻ വന്ന് ഇറങ്ങുന്നത്. അദ്ദേഹത്തെ കണ്ടതും പ്രിയ ഓടിച്ചെന്ന് അച്ഛനെ പിടിക്കുകയാണ്. അച്ഛ, അർജുൻ എന്നോട് ഇറങ്ങിപ്പോകാൻ പറയുന്നു എന്ന് പറഞ്ഞിട്ട് അവൾ പിടിച്ചു നിൽക്കുകയാണ് കേട്ടോ. ഇത് കണ്ട് അർജുൻ പറയുന്നുണ്ട്, അച്ഛൻ്റെ ദേഹത്ത് തൊടാൻ അവളെ സമ്മതിക്കരുത്, അവളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇത് കേട്ട് വിശ്വനാഥൻ പറയുന്നുണ്ട്, പറഞ്ഞയക്കാം, അർജുൻ വാ, നമുക്ക് അകത്തേക്ക് പോകാം. ഇത് കേട്ടപ്പോൾ അർജുൻ പറയുന്നുണ്ട്, അകത്തേക്ക് പോകാം, പക്ഷെ ഇവളെ അകത്തേക്ക് കയറ്റരുത് അച്ഛ. പുറത്തു നിന്ന് സംസാരിക്കുന്നത് സ്നേഹസദനത്തിന് ചേർന്നതില്ല, നീ അകത്തേക്ക് വാ എന്ന് പറഞ്ഞിട്ട്, വാ മോളെ എന്ന് പറഞ്ഞ് പ്രിയയും കൊണ്ട് വിശ്വനാഥൻ അകത്തേക്ക് പോവാണ്. ഇതൊരു അന്താളിപ്പോടെ നോക്കി നിൽക്കുകയാണ് കേട്ടോ അർജുൻ, എന്ത് പറ്റി എന്നുള്ള നിലയിൽ. അങ്ങനെ എല്ലാവരും അകത്തേക്ക് കയറി പോവുകയാണ്. അവസാനം അർജുനും അകത്തേക്ക് പോവുകയാണ് കേട്ടോ. അർജുൻ, ഞാൻ എല്ലാം പറയാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയാൻ തുടങ്ങുകയാണ്. അപ്പോൾ അർജുൻ പറയുന്നുണ്ട്, അച്ഛനൊന്നും പറയണ്ട, ഇവളെ പിടിച്ച് അകത്തിയിടുന്നത് തന്നെ എനിക്കൊരു സ്വപ്നം പോലെയാണ് തോന്നിയത്. അച്ഛനെ എങ്ങനെയാണ് ഇവൾ സ്വാധീനിച്ചത്? ഇവൾ കാരണമല്ലേ അച്ഛൻ എത്രയോ കാലം ജയിലിൽ കിടന്നത്? അച്ഛനെ ജയിലിൽ നിന്നും ഇറക്കാൻ ഊണും ഉറക്കവുമില്ലാതെ ഓടി നടന്നവനല്ലേ ഞാൻ മാത്രമല്ല പൂജയും. അച്ഛൻ തേജയെ കുത്തുന്നത് കണ്ടെന്നും അലമാറയിലാണ് ഒളിപ്പിച്ചതെന്നും അച്ഛൻ ഒരുപാട് കൃത്യങ്ങൾ നടത്തിയെന്നും ഒക്കെ പോലീസിലും കോടതിയിലും ഇവൾ എഴുതി ഒപ്പിട്ട് കൊടുത്തതല്ലേ. തേജയുടെ ബോഡി ഇവളും കൂടി ചേർന്നല്ലേ സ്നേഹസദന വളപ്പിൽ അന്ന് പോയി കുഴിച്ചിട്ടത്. എന്നിട്ട് പൂജയുടെ തെളിവുകൾ അടിച്ചു മാറ്റി പൂജയായി അഭിനയിച്ചു. വഞ്ചകി ഇവിടെ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത്? ഇതെല്ലാം എല്ലാവരെക്കാളും അച്ഛന് നന്നായിട്ട് അറിയാവുന്നതല്ലേ. എന്നിട്ടും ഇവളെ അച്ഛൻ സ്നേഹസദനത്തിലേക്ക് കയറ്റിയോ? ഇവിടെ നിന്നും ഇറക്കി വിട്ടേ പറ്റൂ എന്ന് പറഞ്ഞ് വാശി പിടിക്കാൻ അർജുൻ. ഇതെല്ലാം നിശബ്ദമായിട്ട് ഇങ്ങനെ കേട്ട് നിൽക്കാൻ കേട്ടോ വിശ്വനാഥച്ചൻ. ഞാൻ പറയുന്നത് അർജുൻ നന്നായി ശരിയായിട്ട് കേൾക്കണം. അപ്പോൾ വീണ്ടും അർജുൻ പറയുന്നുണ്ട്, എനിക്ക് കേൾക്കണ്ട. ഇവളെ കുറിച്ച് പറയുന്നത് അച്ഛനല്ല, ലോകത്ത് ആരും പറയാൻ ശ്രമിക്കണ്ട. അച്ഛൻ എന്താ വല്ല മറവി രോഗവും സംഭവിച്ചോ? എന്ത് കാരണത്താലാണ് ഇവളെ ഇവിടെ കയറ്റിയത്? ഇത് കേൾക്കുമ്പോൾ വിശ്വനാഥൻ പറയുന്നുണ്ട്, ഇവൾക്ക് സ്വയം നന്നാവാനുള്ള അവസരം കൊടുക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. ഇത് കേട്ടതും അർജുൻ പൊട്ടിത്തെറിക്കാണ്ടോ, മാങ്ങാത്തൊലി. അച്ഛന് മുഴുത്ത ഭ്രാന്താണ്, പിടിച്ച് ഏതെങ്കിലും ഭ്രാന്താശുപത്രിയിൽ കൊണ്ടുപോയി ആക്കുമെന്ന് പറയാൻ കേട്ടോ വസന്തൻ അങ്കിളിനോടും മല്ലികയോട് കൂടിയിട്ട്. അച്ഛനോട് ഇവൾ ചെയ്തതെല്ലാം അച്ഛൻ ക്ഷമിക്കും, പക്ഷെ ഞാനിപ്പോൾ എൻ്റെ പൂജയ്ക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടിയാണ് നിൽക്കുന്നത്. അവളോട് ചെയ്തതിന് ഇവർക്ക് മാപ്പില്ല. എൻ്റെ പൂജയുടെ ഓരോ കണ്ണുനീർ തുള്ളിക്കും പകരമായി ഈ ദുഷ്ടയെ ഇഞ്ചിഞ്ചായിട്ട് അനുഭവിപ്പിക്കണം എന്നാണ് ഞാൻ ശപഥം ചെയ്തിട്ടിരുന്നത്. എന്നിട്ടിപ്പോൾ നന്നാവാൻ സമയം കൊടുക്കുന്നത്. ആദ്യം അവളുടെ ശിക്ഷ കഴിയട്ടെ, എന്നിട്ടല്ലേ നന്നാവൽ എന്ന് പറയാൻ അർജുൻ. പിന്നീട് അർജുൻ പറയുന്നുണ്ട്, അച്ഛൻ ഇപ്പോൾ ഇവളെ തിരിച്ചയക്കില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇനി അച്ഛനെ നോക്കി നിന്നിട്ട് കാര്യമില്ല, ഇറങ്ങി വാടി എന്ന് പറഞ്ഞിട്ട് വീണ്ടും പ്രിയയോട് ഇറങ്ങാൻ പറയാൻ അർജുൻ. ഇല്ലെങ്കിൽ ഞാൻ നിന്നെ കൊല്ലും. ഇത് കേട്ടതും വിശ്വനാഥച്ചൻ പ്രിയയുടെ മുന്നിൽ അർജുന് തടസ്സം നിൽക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ഇവളെ കൊല്ലുന്നതിന് മുൻപ് നീ എന്നെ കൊല്ലണം അർജുൻ. ഇത് കേട്ടതും അർജുൻ ഷോക്കായിട്ട് പറയാം, നന്നായി, സംതൃപ്തിയായി അച്ഛ. ഇവളെ അകത്ത് കയറ്റി എന്ന് വെച്ചാൽ പൂജയെ സ്നേഹസാധനത്തിൽ നിന്നും അച്ഛൻ്റെ മനസ്സിൽ നിന്നും പുറത്താക്കി എന്നാണ് അർത്ഥം. നടക്കട്ടെ, അച്ഛൻ്റെ പേര് കഴിഞ്ഞിട്ട് പൂജ ദൈവത്തിൻ്റെ പേര് പോലും ഉരുവിടാറുള്ളൂ. ആ ദൈവം ഭക്തയെ ചവിട്ടി പുറത്താക്കിയിരിക്കുന്നു ഒരു ദുഷ്ടയ്ക്ക് വേണ്ടി. അച്ഛൻ ഇവളെ അകത്തേക്ക് കയറ്റിയിരിക്കുന്നത് അച്ഛൻ്റെ നാശത്തിന് വേണ്ടിയാണ്. അച്ഛൻ സ്വയം കുഴി തോണ്ടിക്കൊണ്ടേയിരിക്കുകയാണ്. കണ്ടാൽ അറിയാത്തവൻ കൊണ്ടാൽ അറിയും എന്ന് പറയുമല്ലോ, അതുപോലെയാണ് ഇനി അച്ഛൻ്റെ അവസ്ഥ. ഞാനൊരു കാര്യം തീരുമാനിച്ചു അച്ഛ. ഞാനൊരു മുന്നറിയിപ്പ് തരികയാണ്. പൂജ സ്വന്തം കുഞ്ഞിനെ പോലെയാണ് ആ കുഞ്ഞിനെ കാണുന്നത്. അവളുടെ മുലപ്പാൽ കൊടുത്താണ് അവനെ വളർത്തിയത്. പൂജയ്ക്ക് ആ കുഞ്ഞിനെ സ്നേഹമുള്ളത് കൊണ്ട് തന്നെ പ്രിയ ആ കുഞ്ഞിനെ കൊല്ലാൻ മടിക്കില്ല. എന്നിട്ട് ആ പേര് അച്ഛൻ്റെ തലയിലിടും. ജന്മം കൊണ്ട് ദുഷ്ടതയുള്ളവർക്ക് മരിക്കുന്നത് വരെ അങ്ങനെ ഇരിക്കാനേ കഴിയൂ. ഇങ്ങനെയൊക്കെ ഒരുപാട് സംസാരിക്കാൻ അർജുനൻ വിശ്വനാഥച്ചനോട്. പക്ഷെ അർജുൻ എന്ത് പറഞ്ഞാലും വിശ്വനാഥച്ചൻ അതൊന്നും മൈൻഡാക്കുന്നില്ല. അദ്ദേഹം പ്രിയയെ അവിടെ നിർത്താൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ അവസാനം അർജുൻ പറയുന്നുണ്ട്, ഇനി ഞാൻ ഒന്നും പറയുന്നില്ല, ഞാൻ പോവുകയാണ്. പക്ഷെ അതിനു മുൻപ് ഒരു കാര്യം പറയുകയാണ്, ഇനി എനിക്കോ എൻ്റെ കുടുംബത്തിനോ ഈ സ്നേഹസദനവുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇത് കേട്ട് വിശ്വനാഥൻ ചെറുതായിട്ടൊന്ന് ഷോക്കാവുന്നുണ്ട് കേട്ടോ.
പിന്നീട് പറയുന്നുണ്ട് ഇനി അവരിൽ ആരെങ്ങാനും സ്നേഹസദനുമായിട്ട് ബന്ധം പുലർത്തുന്നുണ്ടെങ്കിൽ അവർ എന്നിൽ നിന്നും പുറത്തായിരിക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം ഒരു പക്ഷേ പ്രിയയുടെ പ്ലാനിങ് ആവാൻ സാധ്യതയുണ്ട് കേട്ടോ. പൂജയെയും അർജുനെയും അതുപോലെ തന്നെ വിശ്വാസിനെയൊക്കെ തമ്മിൽ അടിയിപ്പിക്കാനുള്ള അവളുടെ ആദ്യത്തെ ഒരു പ്ലാനിങ് ആയിട്ട് നമുക്കിതിനെ ഒരു പക്ഷേ കണ്ടേക്കാം. അങ്ങനെ അർജുൻ അവിടെ നിന്നും ഇറങ്ങി പോവുകയാണ്. ഇതെല്ലാം കണ്ട് വിശ്വനാഥൻ ആകെ തളർന്ന് അവിടെ ഇരിക്കുകയാണ് കേട്ടോ. അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ എന്ന പോലെ പ്രിയയും അദ്ദേഹത്തിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു, ഭയങ്കര വിഷമത്തിൽ തന്നെ. പിന്നീട് കാണിക്കുന്നത് അർജുന് വീട്ടിൽ കയറി ചെല്ലുകയാണ്. അപ്പം എല്ലാവരും ആകെ വിഷമിച്ചിരിക്കുകയാണ്, എന്തായി എന്നറിയാതെ. അങ്ങനെ എല്ലാവരോടുമായിട്ട് അർജുൻ പറയുന്നുണ്ട് ഇനി ഇവിടെ നിന്ന് ആരും സ്നേഹസദനത്തിലേക്ക് പോവുകയോ അവരുമായിട്ടോ അല്ലെങ്കിൽ വിശ്വനാഥനുമായിട്ടോ ഒരു ബന്ധവും കൽപ്പിക്കരുത്. പൂജയോട് പ്രത്യേകം പറയുന്നുണ്ട് ഇനി വിശ്വനാഥൻ എന്ന പേരും പറഞ്ഞ് എൻ്റെ മുന്നിൽ വരരുത്. അദ്ദേഹം പ്രിയ നമ്മളോട് ഇതുവരെ ചെയ്തതെല്ലാം മറന്നിട്ട് അവളെ നന്നാവാൻ വേണ്ടിയിട്ടുള്ളൊരു ടൈം കൊടുത്തിരിക്കുകയാണ്, അവിടെ താമസിപ്പിച്ചിരിക്കുകയാണെന്ന വിവരമൊക്കെ അവിടെ അതുവരെ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അർജുന് പൂജയോടും മറ്റുള്ളവരോടുമൊക്കെ ആയിട്ട്. പിന്നീട് വിശ്വനാഥനോട് പ്രിയ പറയുന്നുണ്ട് എനിക്ക് നന്ദനച്ഛനെ ഒന്ന് വിളിക്കണം, എനിക്ക് മാപ്പ് പറയണം, ഞാൻ ഒരുപാട് അദ്ദേഹത്തെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയാണ്. അങ്ങനെ വിശ്വനാഥൻ്റെ ഫോണിൽ നിന്നും പ്രിയ അവർക്ക് വിളിക്കുകയാണ് കേട്ടോ. ആ സമയത്താണ് പ്രിയ അവിടെ എത്തിയ വിവരം നന്ദൻ അറിയുന്നത്. ഇത് കേട്ടോ നന്ദൻ പറയുന്നുണ്ട് ഇനി അവളെ അവിടെ താമസിപ്പിക്കാൻ പാടില്ല, അവിടെ നിന്നും ഇറക്കി വിടണം എന്നൊക്കെ വിശ്വനാഥനോട് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാ ഭാഗത്തു നിന്നും ഒരുപാട് സമ്മർദ്ദം പ്രിയക്കെതിരെ വരികയാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും വിശ്വനാഥൻ ഒരിക്കലും അവളോട് അവിടെ നിന്നും നീ പോവണം എന്നൊരു വാക്ക് പോലും മറുത്ത് പറയുന്നില്ല കേട്ടോ. അങ്ങനെ അവൾ വളരെ വിഷമിച്ചിട്ട് തന്നെ വിശ്വനാഥനോട് പറയുന്നുണ്ട് എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, എനിക്ക് നന്നാവാനുള്ളൊരു അവസരം ആരും തരുന്നില്ല, അതുകൊണ്ട് തന്നെ എല്ലാവരെയും വെറുപ്പിച്ചിട്ട് അച്ഛൻ്റെ പേരുദോഷം കളഞ്ഞിട്ട് എനിക്ക് ഇവിടെ നിൽക്കണ്ട, ഞാൻ വേറെ എവിടെയെങ്കിലും പോയി താമസിച്ചോളാം, എല്ലാം എൻ്റെ വിധിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ വിശ്വനാഥനെയും മറ്റുള്ളവരെ ഒരുപാട് വിഷമിപ്പിക്കാൻ കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ വിശ്വനാഥന് വളരെ സങ്കടം തോന്നുന്നുണ്ട്. അങ്ങനെ അവൾ അവളുടെ ബാഗും സാധനങ്ങളൊക്കെ എടുത്ത് അവിടെ നിന്നും ഇറങ്ങാൻ നിൽക്കുകയാണ്. അർജുനും പൂജയും അവർ അച്ഛനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, അച്ഛനെ ദൈവത്തെ പോലെയൊക്കെയാണ് കാണുന്നത്. അപ്പോൾ അവർ അച്ഛനെ ഉപേക്ഷിച്ചാൽ അത് അച്ഛന് ഒരുപാട് വിഷമം ഉണ്ടാക്കുമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഇത്രയും ആളുകളെ വെറുപ്പിക്കുന്നതിനേക്കാളും നല്ലത് ഞാനായിട്ട് ഇവിടുന്ന് ഇറങ്ങി പോകുന്നതാണ് അച്ഛ എന്നൊക്കെ പറഞ്ഞ് അവൾ അച്ഛൻ്റെ കാലൊക്കെ പിടിച്ച് മാപ്പ് അപേക്ഷിച്ച് അവിടെ നിന്നും ഇറങ്ങുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.